ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയ്ക്കടുത്തുള്ള എണ്ണപ്പനത്തോട്ടത്തിലേക്കാണ്. MC റോഡ് വഴി വരുമ്പോൾ നിലമേൽ നിന്നും കടയ്ക്കൽ വഴി ചിതറ എത്തുക. അവിടെ നിന്നുള്ള ഒരു ചെറിയ റോഡിലൂടെ ഒരു 4-5 കിലോമീറ്ററോളം വരുമ്പോൾ നമ്മൾ ഇവിടെ എത്തുന്നു. ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് പഴയ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഒരു കെട്ടിടം കാണാം. ഫോട്ടോഷൂട്ടിന് പറ്റിയ അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. നിറയെ മരങ്ങളുള്ള ഈ പുൽത്തകുടിയുടെയും കെട്ടിടത്തിൻ്റെയും പശ്ചാത്തലത്തിൽ എടുക്കുന്ന ചിത്രങ്ങൾ മനോഹരങ്ങൾ തന്നെയായിരിക്കും. ഈ കെട്ടിടത്തിന് പിറകിലുള്ള ഈ ഒരു കിണറും കൂടിയാകുമ്പോൾ പിന്നൊന്നും പറയുകയും വേണ്ട. ഈ കിണറിന് ചുറ്റും മനോഹരമായ പുൽത്തകുടിയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ആ ഭാഗത്തുള്ള എണ്ണപ്പനത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 3000 ഹെക്ടറിലധികം വിസ്തീർണമുണ്ട് ഇവിടുത്തെ എണ്ണപ്പനത്തോട്ടത്തിന്. നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന വലിയ മരങ്ങളെല്ലാം മുറിച്ച് ഇപ്പോൾ റീപ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. പുൽമൈതാനത്തു നിന്നും ഇറങ്ങി നമ്മൾ വീണ്ടും മുന്നോട്ടുള്ള യാത്രയിലാണ്. എന്തായാലും ഇവിടെയൊക്കെ മരങ്ങൾ റീപ്ലാന്റ് ചെയ്തിരിക്കുന്നത് നന്നായി എന്ന് തോന്നുന്നു. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമ്മൾ ഇവിടെ നിന്നാൽ കിട്ടുന്നത്. നിറയെ വലിയ മരങ്ങളുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ചുറ്റുമുള്ള ഈ തോട്ടങ്ങളുടെ ഭംഗിയും അകലെയുള്ള മലനിരകളുടെ ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് എങ്ങനെ നിൽക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. നമ്മുടെ ഈ റോഡിന് ഇരുവശവും തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും തൈ മരങ്ങളായതുകൊണ്ട് നമുക്ക് നല്ല ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഈ റോഡിലൂടെയുള്ള യാത്ര അതിമനോഹരം തന്നെയാണ്. അകലെയായി പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് കാണാൻ കഴിയും.
ഇവിടെ 2 ബിൽഡിംഗ് കാണുന്നുണ്ട്. ഇവരുടെ ഓഫീസോ മറ്റോ ഒക്കെ ആയിരിക്കാം. ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വീണ്ടും നമ്മൾ മുന്നോട്ടുള്ള യാത്രയിലാണ്. റോഡൊക്കെ വളരെ മോശമാണ്. അകലെയായിട്ട് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാം. പണിക്കാരുടേതായിരിക്കാം ഇവിടുത്തെ. ഇവിടെയൊക്കെ ഒരു സൈഡിൽ വലിയ മരങ്ങളാണ്, മറുഭാഗത്ത് റീപ്ലാന്റും. ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ റീപ്ലാന്റ് ചെയ്തിട്ട്. ഇവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ആൾക്കാരൊക്കെ ഇതൊന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ എണ്ണപ്പനകൾ ഒരു സൈഡിൽ കാണുന്നുണ്ട്. ഏതായാലും യാത്രയിലെ ഈ കാഴ്ചകളൊക്കെ അതിമനോഹരം തന്നെയാണ്. ചെറിയ ചെറിയ കുന്നുകളും ചരിഞ്ഞ സ്ഥലങ്ങളും മലകളും എല്ലാം കൂടി പച്ചപ്പും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ഭാഗത്തു കൂടെയുള്ള ഡ്രൈവിംഗ് തന്നെ അതിമനോഹരമാണ്. ആകാശനീലിമയും തോട്ടങ്ങളും മരങ്ങളും ഒക്കെ ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര. നേരെ മുന്നിൽ കാണുന്ന ആ കുന്നാണ് അപ്പുപ്പൻ കുന്ന് എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ക്ഷേത്രവുമൊക്കെയുണ്ട്. അടിപൊളി വ്യൂ ആണ് കിട്ടുന്നത്. ഒരുപക്ഷെ ഈ മരങ്ങളൊക്കെ വലുതായി വലിയ മരങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു വ്യൂ കിട്ടത്തില്ല. പിന്നെ ഈ മരങ്ങളുടെ ഭംഗി മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ കഴിയൂ. ഈ 4 ഭാഗത്തുമുള്ള ഈ കാഴ്ച കാണണമെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ വരാം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ എണ്ണപ്പനത്തോട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോകുന്നു. ഇനി നമ്മൾ പോകുന്നത് അപ്പുപ്പൻ കുന്നിലെ മനോഹര കാഴ്ചകളിലേക്കാണ്. ആ കാഴ്ചകളുമായി അടുത്തയാഴ്ച ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.